ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? മറ്റൊരാളുടെ സഹായം സ്വീകരിച്ച് ജീവിച്ചാലില്ലേ നമ്മളെ ജീവിതം മുന്നോട്ട് മറ്റൊരാളുടെ സഹായത്താലെ കൊണ്ടുപോയാലില്ലേ നമ്മളുടെ സംസാര സ്വാതന്ത്ര്യം അവിടെ ഇല്ലാണ്ടാവും. നമ്മൾക്ക് മറ്റൊരാളുടെ സഹായം സ്വീകരിച്ചിട്ട് ജീവിച്ചാൽ അങ്ങനെ സംഭവമുണ്ട്. അവർ നമ്മളോട് എത്ര മോശമായിട്ട് പെരുമാറിയാലും സംസാരിച്ചാലും ഒക്കെ നമുക്കത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കേണ്ട ഒരവസ്ഥ വരും. മറ്റൊരാളുടെ സഹായം കൊണ്ട് ആൾ തന്നിട്ട് വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ ആളുടെ അടുത്തുനിന്ന് പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ജീവിക്കാനെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അങ്ങനെ ജീവിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു പ്രശ്നമാണത്. എന്താ വെച്ചെങ്കിൽ നമ്മളുടെ സംസാര സ്വാതന്ത്ര്യം അവിടെ ഇല്ലാണ്ടാവും. നമ്മൾ അവരുടെ അടിമയായി നിൽക്കേണ്ടി വരും. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലി നമ്മൾ ചെയ്യുക, എന്നിട്ട് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഇതുപോലെ ജീവിക്കുക. അതിൽ ഒരു ദിവസം ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാലും മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കും. അതിനൊരു കോട്ടം തെറ്റില്ല. അത്രയും നമ്മളെ തടിക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവുക ചെയ്യും. ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മതി, നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പിന്നെ മറ്റുള്ളവരുടെ ഔദാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വാങ്ങിച്ചു കൊടുത്തിട്ട്, അതല്ലെങ്കിൽ അവർ പണിയെടുക്കണ കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ പുറപ്പെട്ടാൽ, നമ്മൾ ആർഭാടായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സദസ്സിലേക്ക് ചെന്നാൽ നമ്മളവിടെ പല വിധത്തിലുള്ള അപമാനങ്ങൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. നമ്മളെ ചിലപ്പോൾ കൂട്ടത്തിലിട്ടിട്ട് നമ്മൾ തന്നെ എന്താ പറയുക മോശമാക്കി സംസാരിക്കുകയൊക്കെ ചെയ്യും ചില ആൾക്കാർ. നമ്മളൊരാളുടെ ഔദാര്യത്തിൽ ജീവിച്ചാലത്തെ കാര്യമായിട്ട് പറയണം. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തന്നിട്ട് നമ്മളെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഒരു സ്പേസ് അവർക്ക് കിട്ടി കഴിഞ്ഞാൽ അവരെന്തായാലും നമ്മളെ തന്നെ മോശമാക്കി പറയാതിരിക്കില്ല എന്തായാലും. അപ്പോൾ അത് നമ്മൾ കേട്ടിട്ട് നമ്മൾ തല കുനിച്ച് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ തല കുനിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോരേണ്ടി വരും. നമ്മൾ പണിയെടുക്കുക, അത് ഇനിയിപ്പോൾ ആണായാലും പെണ്ണായാലും ജോലി, എന്തെങ്കിലും ഒരു ചെറിയ ജോലി വരുമാനം അന്നന്നത്തെ അന്നത്തിനുള്ള വക അവരധ്വാനിക്കണം. എന്നിട്ട് അതുകൊണ്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഒതുങ്ങി ജീവിക്കും വേണം. നമ്മൾ പിന്നെ കുറേ ചാരിറ്റിക്കാരുണ്ട്, കാശുള്ള ആൾക്കാരുണ്ട്, അവർ കുറേ പണിയെടുത്ത് സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെ അവർ തന്നോളും, അവർ ചെയ്തോളും, അവർ തരുമ്പോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർ തരട്ടെ, എന്നെ കൊണ്ട് കഴിവില്ല ചെയ്യാൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും വന്ന് സഹതാപം തോന്നിയിട്ടൊക്കെ ചിലപ്പോൾ ചെയ്തു തരും. നമ്മളെ കഷ്ടപ്പാട് കണ്ടിട്ട് വന്നിട്ട് ചെയ്തു തരും. പക്ഷെ അതെന്നും പറയാനൊരവസരമാവും. അവൾക്ക് ഞാൻ അല്ലെങ്കിൽ അവന് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ അന്നത് ചെയ്തു കൊടുത്ത് എന്ന് പറയാം. അപ്പോൾ അത് പറയും കാലാകാലം നമ്മൾ ആ ഒരു വാക്ക് കേട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അന്നാന്ന് പണിയെടുക്കുക, അതുകൊണ്ട് എങ്ങനെ ജീവിക്കുക, അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും, എത്രത്തോളം അന്തസ്സായിട്ട് ആ ഒരു വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ അതുപോലെ ജീവിച്ചിട്ട് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ ഇന്ന് പിന്നെ എന്താ പറയുക, ചില ആൾക്കാരുണ്ടാവും കൂട്ടത്തിലൊരാൾ, ഞാൻ ഇന്നാളെ ഒരു ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നത്, കൂട്ടത്തിലൊരാൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ള റിലേറ്റീവ്സ് കാര്യങ്ങൾ കുടുംബങ്ങൾ അതേപോലെ സഹോദരങ്ങളൊക്കെ കുറച്ചൊക്കെ ഒരു ഇതിൽ നല്ല രീതിയിലൊക്കെ വരുമാനമൊക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഒരാൾക്കാവും ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് ഒരു കഴിവില്ലായ്മ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും.
അപ്പം അങ്ങനെയുള്ളാകുമ്പോൾ ചിലപ്പോൾ ഭാര്യ പണിക്കൊന്നും പോവില്ല. ഭാര്യനെ പണിക്ക് പറഞ്ഞയച്ചാൽ അത് മറ്റുള്ള ആൾക്കാർക്ക്, അതേപോലെ സഹോദരങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അവരറിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ഭാര്യയെ പണിക്ക് പറഞ്ഞയച്ചാൽ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞയക്കാതെ ഇന്ന് ഇയാളെ കൊണ്ടൊട്ട് സാധിക്കണമില്ല. കുടുംബം പുലർത്തി നല്ല എല്ലാ കാര്യങ്ങളും ചെയ്ത് കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുമില്ല. വീട്ടിലാണെങ്കിൽ നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. ഭാര്യയ്ക്ക് പോകണമെന്നുണ്ടാവും, പക്ഷെ പറഞ്ഞേക്കില്ല. അത് അവരറിഞ്ഞ പ്രശ്നമാണ്, ഇവരറിഞ്ഞ പ്രശ്നമാണ് എന്ന് പറയും. അപ്പോൾ പോകാനും പറ്റില്ല. ഈ ആൾ കൊണ്ടുവരണതുകൊണ്ട് തൊട്ട് ഇവിടെ തികയൊന്നുമില്ല. അപ്പം ഭാര്യ എന്താ ചെയ്യണത്? അപ്പോൾ സഹോദരങ്ങളെ ആശ്രയിക്കേണ്ടി വരികയാണ്. അതല്ലെങ്കിൽ ഭർത്താവിനായാലും സഹോദരങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കൂടപ്പിറപ്പിങ്ങൾ പട്ടിണിയും പാടായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് പിന്നെ കണ്ടില്ലാച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് കാര്യങ്ങളും എന്നും ഞാൻ പറയുന്നത്, നമുക്ക് എന്നും ഒരേ ചിലവായിരിക്കില്ല. നമുക്ക് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ പല പല കാര്യങ്ങൾ, നമുക്ക് അധിക ചിലവുകൾ വരുന്ന കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മളെക്കൊണ്ട് എന്നാന്ന് ഒരാൾ കൊണ്ടുവന്നിട്ട് 8-10 അംഗങ്ങളുടെ വയറ് കഴിയുമ്പോൾ ആ ഒരു അധിക ചിലവ് വരുമ്പോൾ അവിടെ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാവില്ല അവിടെ ചിലവാക്കാനായിട്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ സഹോദരങ്ങളെ അല്ലെങ്കിൽ കാശുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ടി വരികയാണ്. അപ്പോൾ അവരിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അവരിങ്ങനെ തരുമ്പോൾ തന്നിട്ട് തന്നിട്ട് കണ്ടറിഞ്ഞ് തന്നിട്ട്, അതല്ലെങ്കിൽ നമ്മളിതൊന്ന് ചോദിച്ച് വാങ്ങുമ്പോൾ അവർക്ക് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും. ഇന്നാൾ വരുന്നുണ്ട്, ഇനിയിപ്പോൾ 1000-500 ചോദിക്കൂട്ടാ, അല്ലെങ്കിൽ 2000 ചോദിക്കൂട്ടാ, അല്ലെങ്കിൽ ഇന്ന വിശേഷം അവിടെ ഉണ്ട്, 10,000 രൂപ ചിലവുള്ള വിശേഷമാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്, അപ്പോൾ അത് പറയാനാവും വരുന്നതെന്നൊക്കെ അവർ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരേത്ത് നമ്മളിപ്പോൾ ഒരു 500-1000 വാങ്ങാൻ ചിലപ്പോൾ ചെന്നുണ്ടാവുക. ചിലപ്പോൾ അവരേത്ത് 1000 അവരെടുത്ത് തരാൻ ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ കയറി ചെല്ലണത്. അപ്പോൾ അവരേത്ത് ഇല്ലാതാവുമ്പോൾ അവർക്ക് നമ്മൾ ചെന്നത് അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവും, ചെറിയൊരു വിഷമം പോലെ ഉണ്ടാവും. നമ്മൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണല്ലോ, കാശിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെല്ലണത്. അപ്പോൾ അവർ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ പോരാൻ നേരത്ത് നമുക്ക് കണ്ടറിഞ്ഞിട്ട് ആ ഒരു 1000 രൂപ അല്ലെങ്കിൽ ആ ഒരു അപ്പോഴത്തെ ആ കാര്യസാധ്യത്തിനുള്ള പൈസ അവർ കണ്ടറിഞ്ഞ് തന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടി വരും. ഞാൻ ഇന്ന കാര്യത്തിനാണ് വന്നത്, നിങ്ങളെത്തുണ്ടെങ്കിൽ ഒരു 2000 തരി അല്ലെങ്കിൽ ഒരു 3000 രൂപ തരി എന്ന് പറയുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി അല്ലേ. അപ്പോൾ അവർ ചിലപ്പോൾ ഈ ആളെന്നിട്ട് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ ഇല്ലാത്ത പൈസ അവരെടുത്തിട്ട് വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് മാറ്റി വെച്ച പൈസ എടുത്തിട്ട് നമുക്ക് അവർ തരും. പക്ഷെ അത് അവർ മനസ്സ് സന്തോഷിച്ചിട്ടല്ലാതെ തരിക. അപ്പോൾ അത് നമ്മളിവിടെ കൊണ്ടുവന്ന് ചിലവാക്കി കഴിഞ്ഞാൽ അവർ മനസ്സ് പ്രാപിട്ടാണ് തന്നിട്ടുണ്ടാവുക. കാരണം അവരെന്തെങ്കിലും അവരുടേതായ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാറ്റി വെച്ച പൈസ നമ്മൾ ചെന്നിട്ട് എങ്ങനെ തരാതിരിക്കുക, അല്ലെങ്കിൽ ചോദിച്ചിട്ട് എങ്ങനെ തരാതിരിക്കുക എന്ന് വെച്ച് തന്ന പൈസ. അപ്പോൾ അത് നമ്മളിങ്ങനെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പല വട്ടം അങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേറെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളായിട്ട് മാറും. പ്രശ്നം ഇതന്നെ, നമ്മൾക്ക് നമ്മുടെ എന്താ പറയുക, തല താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വരും ആ ഒരു സംഭവം. അപ്പം നമ്മളൊരു ജോലിക്ക് പോകണം, ഭർത്താവിനെ കൊണ്ട് ഒറ്റക്ക് കുടുംബം വലിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ ഭാര്യമാരെന്തെങ്കിലും ഒരു വരുമാനം കണ്ടുപിടിക്കണം. നമ്മളെക്കൊണ്ട് പറ്റുന്ന പണി, നമുക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല, കടയിൽ പോയിട്ട് അല്ലെങ്കിൽ വലിയ ജോലിക്കൊന്നും നമുക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുതി വെക്കണം. എന്നാലേ നമുക്ക് എല്ലാവരുടെ മുന്നിലും
തലനിർത്തി ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളതിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറുപടിയും അതേപോലെ പറയാൻ പറ്റുള്ളൂ. പറയില്ല അവരെ പറഞ്ഞിട്ടെന്താ, അവർ പറഞ്ഞിട്ടെന്താ, നമ്മൾ അവരെ കഴിച്ചെല്ലാണോ ജീവിക്കണമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആരെല്ലാം എന്തെങ്കിലും നമ്മളതിനെ പറയുമ്പോൾ അവർ പറഞ്ഞപ്പോൾ എന്തിനാ നമ്മൾ കേട്ടിക്കണ്, അവരെ കഴിച്ചെല്ലാണോ നമ്മൾ ജീവിക്കണമെന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ കാലുമ്പോൾ നമ്മൾ നിൽക്കണം. മനസ്സിലായിട്ട? അതെൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല. ഞാൻ ഞാനൊരു പണിക്ക് പോണത് എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് എൻ്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള പ്രാപ്തിയുള്ള ആളായിരിക്കണം. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം മാത്രമല്ല, ഭർത്താവിൻ്റെ സഹോദരങ്ങൾ, ഭാര്യക്ക് ചിലപ്പോൾ കുറച്ച് സഹോദരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ ഇടയിലൊക്കെ ഭാര്യനെ പറഞ്ഞയച്ചിട്ട് തിന്നുന്ന ആള് എന്ന് പറയുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് നമ്മളതിനെ ഭാര്യനെ വിടാത്തത്. ടൈം ഓവറാവുണ്ടിട്ടോ. അപ്പോൾ അവരവർ പറഞ്ഞ പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവനവനക്ക് ഭർത്താവിന് പ്രാപ്തി ഇല്ല എന്ന് കാണുമ്പോൾ അപ്പോൾ നമ്മളേതായ രീതിയിൽ നമുക്ക് പറ്റുന്ന ഒരു ജോലി ചെയ്തിട്ട് എങ്ങനെ 10 രൂപ ഉണ്ടാക്കിയിട്ട് മറ്റൊരാളെ പോയി ഇരന്ന് വാങ്ങിക്കൊണ്ട് വരാതെ ജീവിക്കാൻ നോക്കണം എന്നാണ് എല്ലാ പെണ്ണുങ്ങളോടും എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് വിശേഷത്തിൽ അതാണ്. അപ്പോൾ ഓക്കെ.